തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയമായ ഉർവശിയുടെ അഭിനയ ജീവിതവും വ്യക്തി ജീവിതവും ഒരുപോലെ നാടകീയത നിറഞ്ഞതും പ്രചോദനാത്മകവുമാണ്. 4 പതിറ്റാണ്ടുകളായി സ്ക്രീനിന് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായി തിളങ്ങുന്ന ഈ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ജീവിതം സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നിലപാടുകളുടെയും ഒരു വലിയ കഥയാണ്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി തന്റേതായ ഒരിടം വെട്ടിപ്പിടിച്ച നടിയാണ് ഉർവശി. ഹാസ്യം കൈകാര്യം ചെയ്യുന്നതിലെ അസാമാന്യ വഴക്കവും ഏത് ഗൗരവകരമായ വേഷത്തെയും ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവും അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നു. എന്നാൽ ഉർവശിയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടം മനോജ് കെ ജെയിനുമായുള്ള വിവാഹമോചന കേസിന്റെ കാലമായിരുന്നു. മനോജ് കെ ജെയിനുമായുള്ള വിവാഹബന്ധം തകർച്ചയിലെത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒരുപോലെ ഉർവശിയെ വേട്ടയാടി. കോടതി പരിസരത്തും മാധ്യമങ്ങൾക്ക് മുന്നിലും ഉർവശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പലതും അവരുടെ സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. മദ്യപാനി എന്നും കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തവളെന്നും മുദ്രകുത്തി പരിഹസിച്ചപ്പോഴും ഉർവശി ഒരു കാര്യം തീരുമാനിച്ചിരുന്നു: തന്റെ ഭാഗം ന്യായീകരിക്കാനായി മറ്റൊരാളെ കുറ്റപ്പെടുത്തില്ല. മകൾ തേജലക്ഷ്മി അന്നൊരു കൊച്ചുകുട്ടിയായിരുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള പോര് തന്റെ മകളുടെ ഭാവിയെയും അവളുടെ മനസ്സമാധാനത്തെയും തകർക്കരുതെന്ന് ഉർവശി ആഗ്രഹിച്ചു. എന്റെ കുട്ടിയെ വേദനിപ്പിക്കരുത്, അവളുടെ ഭാവിയാണ് പ്രധാനം എന്നതായിരുന്നു അവരുടെ ചിന്ത. സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തുള്ള വ്യക്തിയെ തരം താഴ്ത്തേണ്ടി വരും. ആ വ്യക്തി തന്റെ മകളുടെ അച്ഛനാണെന്ന ബോധ്യം ഉർവശിയെ മൗനം പാലിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. വിവാഹമോചനത്തിന് ശേഷം പല ദമ്പതികളും നല്ല സുഹൃത്തുക്കളായി തുടരാറുണ്ട്. ശ്വേതാ മേനോൻ, ശരത് കുമാർ തുടങ്ങിയ താരങ്ങൾ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ഉർവശി ഈ പാത സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി അവരുടെ നിലപാടിന്റെ വ്യക്തത കാണിക്കുന്നു. സൗഹൃദം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന വ്യക്തി എന്നാണ്. നമ്മളെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളെ എങ്ങനെ സുഹൃത്തായി കാണാൻ സാധിക്കും? ഒരാളെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നീട് ഒരിക്കലും പഴയ സ്നേഹം ആ വ്യക്തിയോട് എനിക്ക് ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകൾ അത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് ഉർവശി ഇതിലൂടെ പറയാതെ പറയുന്നു. എന്നാൽ മനോജ് കെ ജെയിൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ മോശമായി സംസാരിക്കുന്നത് തന്റെ സംസ്കാരമല്ലെന്നും അവർ വിശ്വസിക്കുന്നു. കാലം എല്ലാ മുറിവുകളെ മുണക്കും എന്നത് സത്യമാണ്. മകൾ മുതിർന്നതോടെ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. ഉർവശി തന്റെ മകൾക്കായി കാത്തു സൂക്ഷിച്ച സ്നേഹം കുഞ്ഞാറ്റ തിരിച്ചറിഞ്ഞു. ഇന്ന് കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശന വേളയിൽ മനോജ് കെ ജെയിൻ തന്നെ മുൻകൈ എടുത്ത മകൾക്ക് അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം നൽകുന്നുണ്ട്. അടുത്തിടെ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രഖ്യാപന വേളയിൽ ഉർവശിയെക്കുറിച്ച് ഓർത്ത് മനോജ് കെ ജെയിൻ വിതുമ്പിയത് വലിയ വാർത്തയായിരുന്നു. ഉർവശി എന്ന നടിയുടെയും അമ്മയുടെയും വലിപ്പം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവായി ഇതിനെ ആരാധകർ കാണുന്നു. മകൾ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സ്നേഹപൂർവ്വം പ്രതികരിക്കാനും മനോജ് ഇന്ന് തയ്യാറാകുന്നു. ഉർവശിയുടെയും മഞ്ജു വാര്യരുടെയും ജീവിതങ്ങളെ മലയാളികൾ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. ഇരുവരും വിവാഹമോചന സമയത്ത് ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. ഇരുവരുടെ മക്കൾ അച്ഛന്മാരോടൊപ്പം പോയി. എന്നിട്ടും തങ്ങളുടെ മുൻ പങ്കാളികളെ ഒരു വാക്കുപോലും കുറ്റപ്പെടുത്താതെ സ്വന്തം കരിയറിൽ വിസ്മയകരമായ തിരിച്ചുവരവ് നടത്തിയവരാണ് ഇരുവരും. മക്കളെ കൂടെ നിർത്തി വീണ്ടും വിവാഹം കഴിച്ചവർക്ക് അത് ആഘോഷിക്കാനും സ്വയം ന്യായീകരിക്കാനും കഴിഞ്ഞേക്കാം. എന്നാൽ മക്കളുടെ സന്തോഷത്തിനായി സ്വന്തം വേദനകൾ ഉള്ളിൽ ഒതുക്കി മൗനം പാലിച്ച മഞ്ജുവിനെയും ഉർവശിയെയുമാണ് കാലം ശരിവെക്കുന്നത് എന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ ഈ രണ്ട് പ്രതിഭകളോടുള്ള ആരാധകരുടെ സ്നേഹം വെളിപ്പെടുത്തുന്നു. ഉർവശി സ്വീകരിച്ച നിലപാട് മാതൃത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. സഹിഷ്ണുതയോടെ കാത്തിരുന്നാൽ സത്യങ്ങൾ സ്വയം വെളിപ്പെടുമെന്ന് അവരുടെ ജീവിതം പഠിപ്പിക്കുന്നു. വിവാഹമോചിതരായാൽ ഉടൻ സുഹൃത്തുക്കളായി മാറണം എന്ന സദാചാര ബോധത്തെക്കാൾ തനിക്കുണ്ടായ മുറിവുകളെ അംഗീകരിച്ചുകൊണ്ട് മാന്യമായി അകലം പാലിക്കുക എന്നതാണ് ഉർവശി ചെയ്തത്. ഇന്ന് അവർ തന്റെ കരിയറിൽ പഴയതിനേക്കാൾ കരുത്തോടെ മുന്നേറുന്നു. മകൾ കുഞ്ഞാറ്റയുടെയും മകൻ ഇഷാന്റെയും സ്നേഹത്തിൽ അവർ സന്തുഷ്ടയാണ്. താൻ ചെയ്ത ത്യാഗങ്ങൾ വെറുതെ ആകില്ലെന്ന് മക്കളുടെ സന്തോഷത്തിലൂടെ അവർ തിരിച്ചറിയുന്നു. ഒരു സ്ത്രീ തന്റെ അന്തസ്സും നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് എങ്ങനെ ജീവിക്കണം എന്നതിന് ഉർവശി എന്നും ഒരു മാതൃകയായിരിക്കും.